ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമുക്കൊരു സ്വീറ്റ് ഉണ്ടാക്കാം. പിന്നെ സ്റ്റൈലായിട്ട് നമുക്ക് കാഷ്യൂ ബോൾസ് എന്നൊക്കെ വിളിക്കാമെങ്കിലും അണ്ടിപ്പുട്ട് എന്നാണ് നമ്മളിതിനെ വിളിക്കാറ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നോർമലി ചോറുണ്ടാക്കുന്ന അരി കഴുകി ഉണക്കി വെച്ചത് ഒരു പാനിലേക്ക് ഇടുക. നമ്മൾ ടോട്ടൽ 3 നാഴി അരിയാണ് എടുക്കുന്നത്. അത് ഓരോ നാഴിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വേണം നമുക്കിങ്ങനെ ചെയ്യാൻ. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഇളക്കി അരി ഒന്ന് വറുത്തെടുക്കുക എന്നാണ് പറയുക. അപ്പോൾ അരി വറുത്തെടുക്കണം. അപ്പോൾ കുറച്ച് സ്ലോ പ്രോസസ്സാണ്. നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ കരിയും. എല്ലാ സൈഡും ഒരേപോലെ ആവണം. മൊത്തം അരി വറുത്ത് കിട്ടണം. അപ്പോൾ നമുക്കിങ്ങനെ പോപ്പിംഗ് സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ ആ സൗണ്ട് കേട്ട് കഴിയുന്നത് വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കാതിരുന്നാൽ അടി എന്തായാലും കരിയും. ഒരു ഭാഗമാവും, ഒരു ഭാഗമാവില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യത്തേക്ക് എത്തില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഓരോ അരിയുടെയും ടെക്സ്ചർ മാറുന്നത് നമുക്ക് കാണാം. ഓരോ അരി ഇങ്ങനെ പൊട്ടിയിട്ട് ഈ പരുവത്തിലേക്ക് എത്തും. ഈ ഒരു പുളിയുറുമ്പിൻ്റെ കളറിലെത്തി ആ സൗണ്ട്, പോപ്പിംഗ് സൗണ്ട് അവസാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ആർ ഡൺ. അപ്പോൾ അതുവരെ നന്നായിട്ട് ഇളക്കുക, കരിയാതെ. ഈ ഒരു പരുവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫ്ലെയിം വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുറയ്ക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. അതിനുശേഷം കൗണ്ടർ ടോപ്പിൽ ഒരു പേപ്പർ വിരിച്ചിട്ട് അതിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ മാറ്റാം. സെപ്പറേറ്റ്ലി കാണുന്നത് നമുക്ക് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1.5 തേങ്ങ. നല്ല വലിയ തേങ്ങയാണെങ്കിൽ ഒരെണ്ണം മതി. പിന്നെ നമുക്ക് വേണ്ട ഒരു ആയുധമാണ് ഈ അരിപ്പ. ഏത് അരിപ്പയായാലും കുഴപ്പമില്ല. ഇതാകുമ്പോൾ കുറച്ച് ഫൈനായിട്ടുള്ള പൊടി നമുക്ക് കിട്ടും. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. നമ്മളിപ്പോൾ വറുത്ത് വെച്ച അരി ചൂടാറിക്കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ആ പൊടിച്ചെടുത്ത അരി നമ്മളിപ്പോൾ നേരത്തെ കണ്ട അരിപ്പയിലൂടെ നമ്മളൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഈ അരിപ്പയിൽ കൂടെ അരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നമ്മളെ നോർമൽ അരിപ്പയേക്കാളും ഫൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അരിപ്പ യൂസ് ചെയ്യുന്നത്. നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യണ അരിപ്പയായാലും കുഴപ്പമില്ല, അതാണ് നല്ലത്. അപ്പോൾ ഇത് അരിക്കുമ്പോൾ നമുക്ക് കാണാം നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ പൊടിയാണ് ആ ലൈറ്റ് കളറിലുള്ളത്. ബാക്കി ഇപ്പോൾ ഈ ബ്രൗണിഷ് ഷെയ്ഡിൽ കാണുന്നത് അത്ര അങ്ങോട്ട് അടിയാത്തതായിരിക്കും. അപ്പോൾ അത് നമുക്ക് വീണ്ടും അടിക്കാനുള്ള അരി ഉണ്ടാവുമല്ലോ, അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും അടിച്ച് ഫൈനലി നമുക്ക് ഇത്രയും പൊടി കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഉരലിട്ടിട്ടാണ് ഇടിക്കുക. ഇപ്പോൾ ആരും ഉരലൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് മറ്റേ ഇഞ്ചിയും ഉള്ളിയൊക്കെ ഇടിക്കുന്ന കല്ലുകൊണ്ട് ആ പാത്രം ഉണ്ടെച്ചാൽ അതിൽ വെച്ചിട്ട് ഇടിക്കാം. നമ്മളിപ്പോൾ പലകയുടെ മേലെ വെച്ചിട്ടാണ് ഇടിക്കണത്. അതൊന്നും ഇടിച്ചിട്ടിട്ടില്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ കാര്യം കട്ടപ്പോക. അപ്പോൾ അതൊന്നും ഇടിച്ചിട്ട് മിക്സിയുടെ ജാറിലിടുക. നമ്മൾ ഇൻ ടോട്ടൽ 3 നാഴിക്ക് ഒരു 7 to 8 അച്ച് ശർക്കരയാണ്. ശർക്കരയുടെ പൊടി വേണ്ടവർക്ക് യൂസ് ചെയ്യാം. ബട്ട് അമ്മയ്ക്ക് ഇതാണ് താല്പര്യം, ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് അത് ഇടിച്ച് ഒക്കെ ഇതിലേക്ക് ഇടുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഒരു 2 കൈ ഇടുക. പിന്നെ ഒരു പിടി തേങ്ങ കൂടി ഇടുക. ഇത്രയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സിയിലൊന്നിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആ തേങ്ങയുടെ ഒരു നനവാണ് നമുക്കിത് ബോൾസ് ആക്കാനുള്ള ഒരു വാട്ടർ കണ്ടൻറ്റ്. അല്ലാതെ നമ്മളിതിൽ വെള്ളമോ എണ്ണയോ ഒന്നും മിക്സ് ചെയ്യുന്നില്ല. അതിനുശേഷം കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ഇതിലേക്ക് ഇടുക. ഇത്ര ആയിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ബോൾസ് ആക്കാം. നമ്മൾ കാഷ്യൂ ബോൾസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു 150 to 250 grams ഓഫ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത്ര അണ്ടിപ്പരിപ്പ് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളിത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുക. എന്തായാലും നമുക്കിത് ബോൾസ് പിടിക്കാനുള്ളതാണ്. സോ സ്പൂൺ കൊണ്ട് പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾക്കിങ്ങനെ ബോളാക്കി എടുക്കണമെങ്കിൽ എന്തായാലും നമ്മൾ കൈ യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ എല്ലാ സൈഡിലേക്കും ആ ഏലക്കയുടെ പൊടിയും അണ്ടിപ്പരിപ്പ് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായി മിക്സ് ചെയ്യണം. പിന്നെ വല്ല ശർക്കരയുടെ കഷ്ണമൊക്കെ അടിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇന്ന് ഒഴിവാക്കും ചെയ്യാം. അതിന് ശേഷം ഇങ്ങനെ ബോൾസായിട്ട് നമ്മളുടെ പാകത്തിന്, ഇപ്പം അമ്മ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി വലിയ ബോൾസ് ആയിരിക്കും. നമുക്ക് കുഞ്ഞ് ബോൾസാണ് കൺവീനിയൻ്റ് എങ്കിൽ കുഞ്ഞ് ബോൾസ് എടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. അപ്പം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ് കഴിക്കാം. ഹെൽത്തി ഇൻ ദ സെൻസ് വേറെ എണ്ണയോ ഫ്രൈയിങ്ങോ അങ്ങനെ ഒന്നുമില്ല. ശർക്കരയുടെ ഒരു മധുരമുണ്ട്, അതൊഴികെ ബാക്കിയൊന്നും വേറെ ഇഷ്യൂസ് ഇല്ല. അപ്പോൾ 3 നാഴി മൊത്തത്തിൽ പൊടിച്ച് കഴിഞ്ഞാൽ ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് മാറ്റാം. ഇൻ ടോട്ടൽ നമുക്ക് ഇത്ര ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. So if you like my video, do subscribe and like my channel.